പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 17 ചൊവ്വ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ
എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. ഇത്രയും പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിച്ച് നീക്കുവാമേ. ഈ ദിവസങ്ങളൊക്കെ പഴങ്കഥകൾ പറയുകയാണ്. ഇത് 88 ഒരു പള്ളിയിലിരിക്കുകയാണ്. ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ ആ പള്ളി ഇരിക്കുമ്പോൾ ഞാനത് അന്ന് കുറച്ച് അവശനാണ്. എന്ന് വെച്ചാൽ ഇന്ന് അവശനല്ലെന്നൊന്നും പറയണില്ല, ഇന്ന് ഇത്തിരി അഭിഷേകമുണ്ട് അവശനാണെങ്കിൽ. അപ്പോൾ അന്നെന്ന് പറയണത് അത്രയും അഭിഷേകമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് വർക്കിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കന്യാസ്ത്രീയുണ്ട്, അടുപ്പമുള്ള വെച്ചാൽ അവർ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ആയതാണ്, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അപ്പോൾ എന്നോട് പറയും, എൻ്റെ കൊച്ചച്ച എന്നാ കോലമാണിത്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച 2 കുർബാന, പിന്നെ കാറ്റഗിസം, പിന്നെ കുറേ സംഘടനാ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് ഞാനൊരു 12:30 ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതി തളർന്നു പോകും. അപ്പോൾ എന്നോട് പറയും, ഊണ് കഴിക്കണം ഞാൻ മഠത്തിൽ ചെന്ന്. അപ്പോൾ മഠം ചെല്ലുമ്പോൾ ആ കന്യാസ് എനിക്കൊരു സൂപ്പ് തരും, പ്രത്യേകം ഉണ്ടാക്കിയ നല്ല സൂപ്പാണ്, കുറച്ച് ബലം കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ കന്യാസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ ഇരുന്നുകൊണ്ട് ഇല തിന്നുകയാണ്. അതൊരു ഒരു ചെടിയുടെ ഇല തിന്നുക. അപ്പം അവർ പോർട്ടിക്കോയിൽ വരാന്തയിൽ കസേര വരച്ചിട്ട് ഈ അതിൻ്റെ മുകളിൽ വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അമ്മേന്നാണ്ട് ഇല പിറക്കി തിന്നണത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, അമ്മ ഇത് എന്നാ ഇലയാണ് ഇത്? അപ്പോൾ എന്നോട് ചക്കരകൊല്ലി ഇലയാണ് അച്ഛാ ഇത്. എന്തിനാണ്? എനിക്കിത്തിരി ലേശം ഷുഗറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചക്കരകൊല്ലി ഇല തിന്നുകയാണ്. അത് ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനെ ഷുഗറുകാർക്ക് ചക്കരകൊല്ലി ഇലയൊക്കെ തിന്നാം. പഴയ തലമുറ അങ്ങനെ കഴിച്ചിരുന്നു, ഇപ്പോൾ കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഷുഗറുകാർക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഏതോ ഒരു മാസികയിൽ മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോൾ പലയിടത്തും ഞാൻ കണ്ട് മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ഷുഗറുകാർ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ, നല്ലതായിരിക്കും. അപ്പോൾ അത് കാലം മാറിയപ്പോൾ വേറെ ഐറ്റം വന്നതാണ്. വേറെ റിസോർട്ട് ഈ കന്യാസിൻ്റെ അടുത്ത് ഞാൻ വേറെ ദിവസം ചെല്ലുമ്പോണ്ടല്ലോ, അന്നൊരു അടിയുന്നത് ഏതോ കന്യാസിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. അപ്പോൾ ഈ അമ്മ ഹലുവായും ലഡുവും തിന്നണം. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം ഒരാൾ തന്നെ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ 2 സമയത്ത് ചെയ്യുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. നല്ല പ്രായമുള്ള കന്യാസിയല്ലേ, എന്നോട് വേണം, വലിയ ഇഷ്ടമാണ്. മക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇത് ഒരു രസത്തിന് ഇൻഫർമേറ്റീവാണ്. ഇൻഫർമേറ്റീവ് അല്ല, ഇതിലൊരു വചനമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാപവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്കരവല്ലി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിൻ്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പം അതിൻ്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പാപം പുണ്യം, ഇപ്പം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് തന്നെ മറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. ആഘോഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റുമോ? അതിനെ മല്യമായ വസ്ത്രങ്ങളെ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പുണ്യം
പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.